ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് പറയാൻ വന്ന മറ്റൊന്നല്ല, ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൈവശം ദോഷം എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച്. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് ആ വീഡിയോ കൊണ്ട് കുറച്ച് സംശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിലൊന്നാമത്തെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൈവശം അകത്തുണ്ടോ എന്ന് സംശയമുള്ള ആൾക്കാർക്ക് ആ മരുന്ന് കഴിക്കാൻ പറ്റുമോ, അതായത് അമ്പലത്തിൽ പോയിട്ട് ആ മരുന്ന് കഴിക്കാൻ പറ്റുമെന്നായിരുന്നു ഒരാളുടെ സംശയം. തീർച്ചയായിട്ടും ആ മരുന്ന് കഴിക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ സംശയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ കഴിക്കാം. കാരണം നമ്മുടെ വയറിനുള്ളിൽ ദഹിക്കാതെ കിടക്കുന്ന എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതങ്ങനെ നമ്മൾ ഛർദ്ദിച്ച് പോവും. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരാൻ പോണില്ല. ഓക്കെ. പിന്നത്തെ ഒരു സംശയം എന്ന് വെച്ചാൽ എക്സ്പെൻസ് എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് എത്ര രൂപ ടോട്ടല് ചിലവായിട്ടുണ്ടാവും, അതായത് മരുന്നിനും റൂമിനും പിന്നെ നമ്മുടെ യാത്ര ചെയ്ത് നമ്മൾ ട്രെയിനിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഇപ്പോൾ ഒരു ടോട്ടല് ഒരു 3000 രൂപയോളമാണ് നമുക്ക് ചിലവായത്. ഞങ്ങൾ 2 പേരാണ് പോയത്. പിന്നെ പോകുമ്പോൾ പ്രത്യേകത, നമ്മൾ നോമ്പെടുക്കണം, ഒരാഴ്ചത്തോളം നോമ്പെടുക്കണം. നോമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചി മീനൊന്നും കൂട്ടാൻ പാടില്ല, മുട്ടയൊന്നും കഴിക്കാൻ പാടില്ല. തിരിച്ച് ഈ മരുന്ന് കഴിച്ച് നമ്മൾ ഛർദ്ദിച്ചതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഒരാഴ്ച നമ്മൾ ഇങ്ങനെ തന്നെ നോമ്പെടുക്കണം. പിന്നെ എന്താ പറയുക, ഇത്രയൊക്കെയാണ് സംശയങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽസ് ഞങ്ങൾ ആ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയിട്ട് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.